2024 ഓഗസ്റ്റ് 7 ബുധൻ. ഇന്ന് 1199 കർക്കിടകം 23. വാർത്തകൾ വായിക്കുന്നത് ജി രവി. ബംഗ്ലാദേശ് ഹസീന തൽക്കാലം ഇന്ത്യയിൽ. മുഹമ്മദ് യൂനുസ് പ്രധാനമന്ത്രി. ബംഗ്ലാദേശ് പാർലമെൻറ്റ് പിരിച്ചുവിട്ടു. മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയെ മോചിപ്പിച്ചു. ബംഗ്ലാദേശിൽ നിലവിലുള്ള പാർലമെൻറ്റ് പിരിച്ചുവിട്ട് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ഇടക്കാല സർക്കാരിനെ പ്രഖ്യാപിച്ചു. സമാധാന നോബൽ ജേതാവ് മുഹമ്മദ് യൂനുസ് പ്രധാനമന്ത്രിയാകും. യൂനുസിൻ്റെ നേതൃത്വത്തിൽ ഇടക്കാല സർക്കാർ രൂപീകരിക്കണമെന്നായിരുന്നു പ്രക്ഷോഭം നയിക്കുന്ന വിദ്യാർത്ഥി നേതാക്കളുടെ ആവശ്യം. ഗ്രാമീണരുടെ ദാരിദ്ര്യം തടയാൻ സൂക്ഷ്മ വായ്പാ നിക്ഷേപ പദ്ധതി നടപ്പാക്കിയ ഗ്രാമീൺ ബാങ്കിൻ്റെ സ്ഥാപകനാണ് യൂനുസ്. നിലവിൽ വിദേശത്തുള്ള യൂനുസ് സ്ഥാനമേറ്റെടുക്കാൻ സമ്മതിച്ചിട്ടുണ്ട്. ആഭ്യന്തര കലാപം രൂക്ഷമായതിനെ തുടർന്ന് രാജ്യം വിട്ട മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഏതാനും ദിവസം കൂടി ഇന്ത്യയിൽ തുടരും. ലണ്ടനിലേക്കുള്ള യാത്രയ്ക്ക് ചില തടസ്സങ്ങൾ നേരിട്ടതാണ് കാരണം. ബംഗ്ലാദേശിലെ കേസുകളിൽ നിന്നുള്ള സുരക്ഷ ഉറപ്പു നൽകാൻ ബ്രിട്ടൻ തയ്യാറായില്ല എന്നാണ് സൂചന. അതീവ സുരക്ഷയിൽ രഹസ്യ കേന്ദ്രത്തിലാണ് ഹസീനയും സഹോദരി രഹാനയും ഇപ്പോൾ. തിങ്കളാഴ്ച വ്യാപക ആക്രമണങ്ങൾ നടന്ന ബംഗ്ലാദേശിൽ ഇന്നലെ സ്ഥിതി പൊതുവെ ശാന്തമായിരുന്നു. വർഷങ്ങളായി വീട്ടുതടങ്കലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഖാലിദ സിയയെ ഇന്നലെ മോചിപ്പിച്ചു. പ്രതിപക്ഷ കക്ഷിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി മേധാവിയാണ് ഖാലിദ സിയ. തിങ്കളാഴ്ച ബംഗ്ലാദേശിലെങ്ങും നടന്ന അക്രമ സംഭവങ്ങളിൽ 114 പേരാണ് കൊല്ലപ്പെട്ടത്. ഭരണകക്ഷിയായ അവാമി ലീഗിൻ്റെ നേതാവ് നടത്തിയിരുന്ന നക്ഷത്ര ഹോട്ടൽ പ്രക്ഷോഭകർ തീയിട്ടതിനെ തുടർന്ന് ഒരു ഇന്തോനേഷ്യൻ പൗരനടക്കം 24 പേർ കൊല്ലപ്പെട്ടു. അതിനിടെ രാജ്യത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ വിദ്വേഷം അഴിച്ചുവിടാനുള്ള നീക്കത്തിനെതിരെ ജാഗ്രത പുലർത്താൻ വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനം നേതാക്കൾ അഭ്യർത്ഥിച്ചു. ക്ഷേത്രങ്ങൾക്ക് വിദ്യാർത്ഥികൾ കാവലേർപ്പെടുത്തുകയും ചെയ്തു. അതിർത്തിയിൽ അതീവ ജാഗ്രത. ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്ന ബംഗാൾ, അസം, ത്രിപുര, മേഘാലയ, മിസോറാം എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തികളിൽ കൂടുതൽ സേനയെ വിന്യസിച്ചു. ബംഗ്ലാദേശുമായുള്ള 4096 കിലോമീറ്റർ അതിർത്തി പങ്കിടുന്നതിൽ 915 കിലോമീറ്റർ അതിർത്തി വേലികളില്ല. ഇത്തരം പ്രദേശങ്ങളിൽ കൂടുതൽ ജാഗ്രത ഉറപ്പാക്കിയിട്ടുണ്ട്. ആവശ്യമായ രേഖകളുമായി എത്തുന്നവരെ ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യാൻ അനുവദിക്കുന്നുണ്ടെങ്കിലും ചിലയിടങ്ങളിൽ ലോറികളുടെയും മറ്റും ഗതാഗതം പൂർണ്ണമായി തടഞ്ഞിരിക്കുകയാണ്. ഉരുൾപൊട്ടൽ ദുരന്തം. കാണാമറയത്ത് 152 പേർ. ഔദ്യോഗിക മരണസംഖ്യ 224. ദുരന്തബാധിത മേഖലകളിൽ സൗജന്യ വൈദ്യുതി. ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കാണാതായ 152 പേരെക്കുറിച്ച് ഇനിയും വിവരം ലഭിക്കാനുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. ദുരന്തമുണ്ടായി 8ാം ദിവസമായ ഇന്നലത്തെ തിരച്ചിൽ മൃതദേഹങ്ങളൊന്നും ലഭിച്ചില്ല. എന്നാൽ 7 ശരീരഭാഗങ്ങൾ ലഭിച്ചു. ഔദ്യോഗികമായി സ്ഥിരീകരിച്ച മരണസംഖ്യ 224 മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. തിരിച്ചറിയാത്ത 30 മൃതദേഹങ്ങളും 154 ശരീരഭാഗങ്ങളും പുത്തുമലയിലെ ശ്മശാനത്തിൽ സർവ്വമത പ്രാർത്ഥനയോടെ സംസ്കരിച്ചു. 88 പേർ ഇപ്പോഴും ആശുപത്രികളിലാണ്. 9 ക്യാമ്പുകളിലായി 1381 പേർ കഴിയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടം മുതൽ മുണ്ടക്കൈ, ചൂരൽമലയും അടക്കമുള്ള മേപ്പാടി പഞ്ചായത്തിൻ്റെ ഭാഗങ്ങളിലും സൂചിപ്പാറ വെള്ളച്ചാട്ടം മുതൽ പോത്തുകല്ല്, നിലമ്പൂർ വരെ ചാലിയാറിലും ഇന്നലെ സൂക്ഷ്മ പരിശോധന നടത്തി. സൂചിപ്പാറ ഭാഗത്തിന് താഴെ ദുർഘടമായ സൺറൈസ് വാലിയിൽ ഹെലികോപ്റ്ററിൽ ദൗത്യസംഘത്തെ ഇറക്കിയായിരുന്നു പരിശോധന. ദുരന്തത്തിൽ തകർന്ന മുണ്ടക്കൈ, വെള്ളാർമല സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് മേപ്പാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ബദൽ സൗകര്യം ഒരുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളിലെ നിശ്ചിത മേഖലകളിൽ സർക്കാർ 6 മാസത്തേക്ക് വൈദ്യുതി വിതരണം സൗജന്യമാക്കും. ഗുസ്തി ജാവലിൻ ത്രോ ഫൈനലിൽ ഇന്ത്യ. ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധ പോരാട്ടത്തിൻ്റെ മുന്നണിയിൽ നിന്ന് വിനേഷ് ഫോഗട്ട് ഒളിമ്പിക് സ്വർണത്തിനരികെ. ജാവലിൻ ത്രോയിൽ നീരജ് ചോപ്ര ഉറച്ച മെഡൽ പ്രതീക്ഷ. ഹോക്കി സെമിയിൽ തോൽവി. ഇനി വെങ്കല പോരാട്ടം. വനിതാ ഗുസ്തിയിൽ ഫൈനലിൽ കടന്ന വിനേഷ് ഫോഗട്ട് ഇന്ത്യക്ക് ഇന്ന് സ്വർണമോ വെള്ളിയോ ഉറപ്പാക്കി. പുരുഷ ജാവലിൻ ത്രോയിൽ ആദ്യ ശ്രമത്തിൽ തന്നെ 89.34 മീറ്റർ ദൂരം പിന്നിട്ട് നീരജ് ചോപ്ര ഫൈനൽ ഉറപ്പാക്കി. നാളെയാണ് ഫൈനൽ മത്സരം. പുരുഷ ഹോക്കി സെമി ഫൈനലിൽ ജർമ്മനിയോട് 3-2 പൊരുതിത്തോറ്റെങ്കിലും നാളെ ഇന്ത്യക്ക് വെങ്കല മെഡലിനായി മത്സരിക്കാം. സ്പെയിനാണ് എതിരാളികൾ. ഗുസ്തിയിൽ 50 കിലോഗ്രാം വിഭാഗത്തിൽ വീരോചിത വിജയങ്ങളോടെയാണ് വിനേഷ് ഫൈനലിൽ കടന്നത്. സെമി ഫൈനലിൽ ക്യൂബയുടെ യുസ്നെയിസ് ഗുസ്മൻ ലോപ്പസിനെ 5-0 ആധികാരികമായാണ് വിനേഷ് തോൽപ്പിച്ചത്.
ഇന്ന് രാത്രി 9:45 നടക്കുന്ന ഫൈനലിൽ US സാറ ആൻ ഹിൽഡർബ്രൻഡാണ് വിനേഷിൻ്റെ എതിരാളി. മിന്നുന്ന വിജയങ്ങളോടെയാണ് വിനേഷ് സെമിയിലെത്തിയത്. വനിതാ താരങ്ങളോട് മോശമായി പെരുമാറിയ ദേശീയ റെസ്ലിംഗ് ഫെഡറേഷൻ മുൻ പ്രസിഡന്റും BJP MPയുമായിരുന്ന ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെയുള്ള പ്രതിഷേധ സമരങ്ങളിലും മുന്നണി പോരാളിയായിരുന്നു ഹരിയാനക്കാരി വിനേഷ്. ശതകോടി ഇന്ത്യക്കാരുടെ സ്വപ്നങ്ങൾ വാനോളമുയർത്തിയാണ് ജാവലിൻ ത്രോയിൽ നിലവിലെ ഒളിമ്പിക് ചാമ്പ്യനും ലോക ചാമ്പ്യനുമായ നീരജ് ആദ്യ ശ്രമത്തിൽ തന്നെ യോഗ്യതാ റൗണ്ടിൽ എത്തിയത്. ഫൈനലിലെത്താൻ 84 മീറ്റർ മാത്രം വേണ്ടിയിരിക്കെ നീരജിൻ്റെ ജാവലിൻ ചെന്ന് തറച്ചത് 89.34 മീറ്റർ ദൂരത്ത്. നാളെ ഇന്ത്യൻ സമയം രാത്രി 11:55 ഫൈനൽ. പാകിസ്ഥാൻ്റെ അർഷാദ് നദീം ഉൾപ്പെടെ 12 അത്ലറ്റുകൾ ഫൈനലിൽ മത്സരിക്കും. ടോക്കിയോയിലെ വെങ്കല മെഡൽ വെള്ളിയോ സ്വർണമോ ആക്കണമെന്നുറപ്പിച്ചിറങ്ങിയ ഇന്ത്യ സെമിയിൽ ജർമ്മനിയോട് പൊരുതി തോൽക്കുകയായിരുന്നു. 7-ാം മിനിറ്റിൽ കിട്ടിയ പെനാൽറ്റി കോർണറിൽ നിന്ന് ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ് ലക്ഷ്യം കണ്ടതോടെ ഇന്ത്യയുടെ ആവേശം ഇരട്ടിച്ചു. എന്നാൽ 2-ാം ക്വാർട്ടറിൽ ഒപ്പമെത്തിയ ജർമ്മനി പിന്നാലെ ലീഡും നേടി. 3-ാം ക്വാർട്ടറിൽ ഒപ്പം എത്തിയെങ്കിലും 54-ാം മിനിറ്റിൽ ജർമ്മനി വിജയ ഗോൾ നേടി. വെങ്കല മെഡൽ പോരാട്ടത്തിൽ നാളെ 5:30 ഇന്ത്യ സ്പെയിനിനെ നേരിടും. ബെയ്റൂട്ടിൽ താഴ്ന്നു പറന്ന ഇസ്രായേൽ പോർ വിമാനങ്ങൾ. ഹിസ്ബുല്ല മേധാവിയുടെ തത്സമയ പ്രസംഗത്തിന് തൊട്ടു മുൻപേ വ്യോമാഭ്യാസം. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ താഴ്ന്നു പറന്ന ഇസ്രായേൽ പോർ വിമാനങ്ങളുടെ ശക്തി പ്രകടനം. വിമാനങ്ങളുടെ ശക്തമായ പ്രകമ്പനങ്ങളിൽ കെട്ടിടങ്ങളുടെ ജനാലകൾ വിറകൊണ്ടു. ഹിസ്ബുല്ല മേധാവിയുടെ പ്രസംഗത്തിൻ്റെ തത്സമയ സംപ്രേഷണം ആരംഭിക്കുന്നതിന് തൊട്ടു മുൻപായിരുന്നു ഇത്. ചില്ലുകൾ പൊട്ടാതിരിക്കാനായി ആളുകൾ ജനാലകളെല്ലാം തുറന്നിട്ടു. ഹിസ്ബുല്ലയുടെ ശക്തി കേന്ദ്രമായ നഗരത്തിൻ്റെ തെക്കൻ മേഖലയിൽ തെരുവുകളിൽ ഒട്ടേറെ പേർ പ്രസംഗം TV-യിൽ കാണാനായി ഒത്തുചേർന്നിരുന്നു. ഹിസ്ബുല്ല സീനിയർ കമാൻഡർ ഫുഅദ് ഷുക്കൂർ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൻ്റെ 7-ാം നാളിലെ അനുസ്മരണത്തിനിടെ ഇസ്രായേൽ പോർ വിമാനങ്ങൾ അയച്ചത് ജനങ്ങളെ പ്രകോപിപ്പിക്കാനാണെന്ന് ഹിസ്ബുല്ല മേധാവി ഹസൻ നസറല്ല പറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 40 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു, 71 പേർക്ക് പരിക്കേറ്റു. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ വെടിവെപ്പിൽ 4 കൗമാരക്കാർ അടക്കം 8 പലസ്തീൻകാരും, തെക്കൻ ലെബനിലെ ഗ്രാമത്തിൽ ഇസ്രായേൽ മിസൈൽ ആക്രമണത്തിൽ 4 പേരും കൊല്ലപ്പെട്ടു. ലെബനിലെ ഹിസ്ബുല്ല വടക്കൻ ഇസ്രായേലിലേക്ക് നടത്തിയ ഡ്രോൺ ആക്രമണങ്ങളിൽ 5 പേർക്ക് പരിക്കേറ്റു. ഇസ്രായേലിനുള്ള ശരിയായ തിരിച്ചടി വരാൻ പോകുന്നതേയുള്ളൂ എന്നും ഹിസ്ബുല്ല വ്യക്തമാക്കി. ഇതുവരെ ഗാസയിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 39,653 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു, 91,535 പേർക്ക് പരിക്കേറ്റു. അതേസമയം ഒക്ടോബർ 7-ന് തെക്കൻ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ കടന്നാക്രമണത്തിൽ പങ്കാളിയെന്നാരോപിച്ച് പലസ്തീൻ അഭയാർത്ഥി ഏജൻസിയിലെ 9 പേരെ കൂടി ഐക്യരാഷ്ട്ര സംഘടന പുറത്താക്കി. UN ജീവനക്കാർ ഹമാസുമായി സഹകരിച്ചെന്ന് ഇസ്രായേൽ ആരോപിച്ചിരുന്നു. ആഭ്യന്തര അന്വേഷണത്തെ തുടർന്നാണ് നടപടി. നേരത്തെ 12 പേരെ പുറത്താക്കിയിരുന്നു. പുനരധിവാസം. കെട്ടിടങ്ങളുടെ കണക്കെടുപ്പ് ആരംഭിച്ചു. ഇനി ലക്ഷ്യം പുനരധിവാസം. മേപ്പാടി പഞ്ചായത്തിന് പുറത്തുള്ള സർക്കാർ സ്വകാര്യ കെട്ടിടങ്ങളുടെയും റിസോർട്ടുകളുടെയും വീടുകളുടെയും കണക്കെടുക്കുന്നു. ദുരിതബാധിതർക്കുള്ള താൽക്കാലിക പുനരധിവാസം വേഗത്തിലാക്കാൻ നടപടികളുമായി ജില്ലാ ഭരണകൂടം. സ്കൂളുകളിലെ ക്യാമ്പിൽ കഴിയുന്നവരെ മെച്ചപ്പെട്ട കെട്ടിടങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാനാണ് ശ്രമം. ടൗൺഷിപ്പ് ഉയരുന്നതുവരെ ഈ കെട്ടിടങ്ങളിലാണ് താൽക്കാലിക പുനരധിവാസം. അതിനായി കെട്ടിടങ്ങൾ കണ്ടെത്താൻ നടപടി തുടങ്ങിയതായി മന്ത്രി കെ രാജൻ പറഞ്ഞു. ഒഴിഞ്ഞുകിടക്കുന്ന സർക്കാർ സ്വകാര്യ കെട്ടിടങ്ങൾ, വീടുകൾ, റിസോർട്ടുകൾ എന്നിവ ഒരാഴ്ചക്കകം കണ്ടെത്താനാണ് തീരുമാനം. കാണാതായവരുടെ വിവരശേഖരണം ഊർജിതമായി നടക്കുന്നു. റേഷൻ കാർഡിലെ അംഗങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കുന്നുണ്ട്. ആശാ വർക്കർമാർ, ജനപ്രതിനിധികൾ തുടങ്ങിയവരുടെ സേവനവും ഉപയോഗപ്പെടുത്തും. ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, അട്ടമല തുടങ്ങിയ പ്രദേശങ്ങൾ മന്ത്രി സന്ദർശിച്ചു. മന്ത്രി AK ശശീന്ദ്രനും ഒപ്പമുണ്ടായിരുന്നു. ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ താമസിപ്പിക്കാൻ പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഒഴിഞ്ഞുകിടക്കുന്ന ക്വാർട്ടേഴ്സുകൾ വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചതായി മന്ത്രി PM മുഹമ്മദ് റിയാസ് അറിയിച്ചു. കൽപ്പറ്റയിൽ 15, പടിഞ്ഞാറത്തറയിൽ 6, ബത്തേരിയിൽ 2, കാരാപ്പുഴയിൽ 4 എന്നിങ്ങനെയാണ് അനുവദിക്കുക. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് രാജ്യാന്തര നിലവാരമുള്ള പുനരധിവാസം സാധ്യമാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കി. ഭൂമിയും വീടും ഒട്ടേറെ പേർ വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും സർക്കാരിൻ്റെ ഭാഗമായി തന്നെ ഈ പദ്ധതികളും നടപ്പാക്കും. ദുരിതാശ്വാസ പ്രവർത്തനത്തിന് സ്വയം സമർപ്പിച്ച് മുന്നിട്ട് നിൽക്കുന്ന യുവജന സംഘടനകൾ പ്രത്യേകം പരാമർശം അർഹിക്കുന്നു. മൃതദേഹങ്ങൾ കടലിൽ എത്തിയിട്ടുണ്ടോ എന്ന് നാവികസേനയുടെ സഹായത്തോടെ പരിശോധിക്കും.
മേപ്പാടി പഞ്ചായത്തിൽ ഉരുൾപൊട്ടൽ നേരിട്ട് ബാധിച്ച 10, 11, 12 വാർഡുകളിൽ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ 180 തൊഴിൽ ദിനങ്ങൾ ലഭ്യമാക്കും. ഈ വാർഡുകളിലെ KSEB ഉപയോക്താക്കൾക്ക് 6 മാസം സൗജന്യമായി വൈദ്യുതി നൽകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ശുഭദിനം. നന്ദി.